ഹലോ ഫാമി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു ഈവനിങ് സ്പോട്ടിലോട്ടാണ്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്, അപ്പോൾ നോമ്പ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തലേദിവസം പെട്ടെന്നൊന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓഹോ ബീച്ചാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്നേഹതീരത്തിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് പുതുതായി വന്നൊരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നേരെ ബീച്ചിലോട്ട് പോവാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടോ. അവർ നേരത്തെ വന്നാലാണ് ഇവിടെ ഒരു വൈബ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഞങ്ങളിവിടെ എത്തി ജസ്റ്റ് ഇങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ 2-3 ബ്രിഡ്ജുകളാണുള്ളത്. അതുമ്പോൾ കുറേ ലൈറ്റ് ഇട്ടിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീച്ചിൻ്റെ ഏരിയ സൈഡിലൊക്കെ ആയിട്ട് ബീച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫുഡ് ഏരിയകളുണ്ട്. അപ്പോൾ ഇത് ബ്രിഡ്ജ് കഴിഞ്ഞ് കടന്നു വരുമ്പോൾ 2 ഊഞ്ഞാലിൻ്റെ ഒരു സെറ്റപ്പാണ്. അത് കുഴപ്പമില്ല, പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആകർഷണമൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള 2 ഉണ്ണികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉണ്ണി ഊഞ്ഞാലുമേൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഉണ്ണീനെ കുറച്ച് നേരം ഊഞ്ഞാലാട്ടി കൊടുത്ത് കളിപ്പിച്ചൊക്കെ കൊടുത്തു. കുറച്ച് നേരം ഉണ്ണീനൊക്കെ ആയിട്ടൊന്ന് കളിച്ചു. പിന്നെ ഞാനും അതുമ്മൽ ഒന്ന് കുറച്ച് നേരം ആടി നോക്കി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ചെറിയ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഇതുമ്മൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് മറ്റേ 2ാമത്തെ ക്യൂട്ട് ഉണ്ണി വരുന്നത്. അപ്പൊ ഗൈസ് ഇവനെ ഉന്തിടാൻ പറഞ്ഞിരിക്കാം ഗൈസ്. അപ്പൊ ഞാൻ ഉന്തിടാൻ പോവാണ് ഗൈസ്. ഉമ്മാനെ ഉന്തിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉന്തിടാൻ പോണ്. ശരിയോ തലയിലോ അപ്പോൾ ബീച്ചിലോട്ട് വന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ബീച്ചിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ടോയ്സ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു ടോയ്സ് കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്ക് മോന് ബോറടിക്കില്ല, അവിടെ നിന്ന് ബീച്ചിലിരുന്ന് കളിക്കാം, ഞങ്ങൾക്ക് തിരയൊക്കെ നോക്കിയിരിക്കാമല്ലോ. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് എപ്പോഴും ബീച്ചിൽ വരാറ്. അപ്പോൾ ഞങ്ങൾ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ബീച്ചിലിരിക്കാനും. ബീച്ച് എപ്പോഴും ഒരു രസമാണല്ലോ. പിന്നെ ഇതിലൂടെ ഐസ്ക്രീം കാരൻ പോയി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാം എന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഒരു അറ്റത്ത് ആ ഒരു വീട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. വീടാന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മൊബൈൽ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോൻ്റെ കൂടെ കാസിൽ ഉണ്ടാക്കാൻ, അവൻ്റെ സാൻഡ് കാസിലാണ് കേട്ടോ, അത് ഉണ്ടാക്കാനായിട്ട് അവൻ്റെ ഒപ്പം കൂടി. അപ്പോൾ ഒരു 1/2 മണിക്കൂറോളം അവൻ്റെ കാസിൽ ഉണ്ടാക്കാനായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങിയപ്പോൾ വെളിച്ചുണ്ടായില്ല. അപ്പം മൊബൈലിൻ്റെ ലൈറ്റിൽ ആ കാസിൽ പൂർത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ നിന്ന് എണീറ്റ് അപ്പുറത്തെ സൈഡിലോട്ട് പോയത്. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉണ്ടാക്കുന്നില്ലേ? സാൻഡ് കാസിലാണോ? വാപ്പക്ക് മനസ്സിലായില്ലേ? വാപ്പ സാൻഡ് കാസിലാണ്. വെള്ളം കിട്ടിയില്ലേ? വെള്ളം കിട്ടിയില്ലേ? അയ്യോ, രണ്ട് ഐസ്ക്രീം വാനില മതിയില്ലേ? ഫിനിഷായാ? പിന്നെ ഫൈനലി
അവിടെത്തോ വീഴാണ്ടെത്തണട്ടാ. അതന്നെ പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്. അവിടെ ബീച്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ ജ്യൂസിൻ്റെ ഒരു ഷോപ്പുണ്ട്, പിന്നെ സീ ഫുഡുകൾ കിട്ടും. അങ്ങനെ കുറച്ച് ഫുഡിൻ്റെ സ്റ്റാളുകളാണുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റാളിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ടു. അപ്പോൾ ബ്രിഡ്ജുമേൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ സ്പൈറൽ പൊട്ടാറ്റോ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് മോൻക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന, ചായക്ക് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. केरला में ज्यादा है 2 महीने का केरला അപ്പോൾ ആ സ്നാക്സ് കടയിലുള്ളവർ ക്യാമറ കണ്ടപ്പോൾ ചുമ്മാ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആൾ മലയാളി തന്നെയാണ്. അപ്പോൾ ഈ സ്പൈറൽ പൊട്ടാറ്റോ മോന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഈ സ്നാക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ ചിക്കൻ റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി എക്സ്പെൻസീവായിട്ട് തോന്നി. 35 റുപ്പീസാണ് ഒരെണ്ണത്തിന് വരുന്നത്. അതിന് മാത്രം വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്ന് മാത്രം. വേറെ സാധനങ്ങളൊന്നും അവിടുത്തെ ഫുഡ് മേടിച്ചില്ല കേട്ടോ. ജസ്റ്റ് ബീച്ചിലേക്ക് കാണാൻ വന്നതുകൊണ്ട് തന്നെ ഒരു ചായയും ഒരു സ്നാക്കും പിന്നെ മോന് ഇതും വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ജസ്റ്റ് ഒരു ഈവനിങ് സ്പോട്ടായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് കണ്ടത്. ഒരു കൂട്ടം ആൾക്കാരോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒന്ന് വൈബ് ചെയ്ത് പോകാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.